CPI-യിൽ ഇത് സമ്മേളന കാലമാണ്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കെ CPI പ്രതിനിധികൾ തന്നെ സംസ്ഥാന സർക്കാരിനെയും അതോടൊപ്പം CPI നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് സമ്മേളനത്തിൽ ഉന്നയിക്കുന്നത്. CPI-ക്കാർ പറയുന്നത്, ഒരു വിഭാഗം സമ്മേളന പ്രതിനിധികൾ തന്നെ പറയുന്നത് മുന്നണി വിടണമെന്നാണ്. അതിനവർ പറയുന്ന ഒരു ന്യായം, ഇടതുമുന്നണിയിൽ CPI-ക്ക് അർഹമായ പരിഗണന ലഭിക്കുന്നില്ല. കേരള കോൺഗ്രസിനെ താലോലിക്കാനാണ് CPM-ന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ CPI നേതൃത്വത്തെ പലപ്പോഴും CPM അവഗണിക്കുന്നു എന്നാണ് CPI-യുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ തുറന്നടിച്ചത്. ഇത് മാത്രമല്ല, മാധ്യമങ്ങളും CPI നേതാക്കളും CPM നേതാക്കളും നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന ഒരു കാര്യമുണ്ട്, രണ്ടാം പിണറായി വിജയൻ സർക്കാർ എന്ന്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അല്ല, രണ്ടാം ഇടതുപക്ഷ സർക്കാരാണ് എന്നാണ് പറയേണ്ടതെന്ന് CPI നേതാക്കൾ തുറന്നടിക്കുകയാണ്. മറ്റൊരു കാര്യം അവർ പറയുന്നത് ബിനോയ് വിശ്വത്തിനെതിരെയാണ്. അതായത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ആളുകളെ കൂട്ടിയോജിപ്പിക്കാൻ, പാർട്ടിയിലെ വിഭാഗീയത പൂർണ്ണമായും അവസാനിപ്പിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന വിമർശനമാണ് സമ്മേളന പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. ബിനോയ് വിശ്വത്തിന് ഹാലിളക്കം എന്നാണ് ഒരു സമ്മേളന പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പാർട്ടിക്കകത്ത് വിഭാഗീയത രൂക്ഷമാണ്. പാർട്ടിക്കകത്ത് പ്രായപരിധി വെച്ചത് സി ദിവാകരനെയും കെ ഇസ്മായിലിനെയും പോലെയുള്ള മുതിർന്ന നേതാക്കളെ വെട്ടിനിരത്താനാണെന്ന ആക്ഷേപവും സമ്മേളന പ്രതിനിധികൾ ഉന്നയിക്കുന്നു. അതോടൊപ്പം CPI മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളെ ധനവകുപ്പ് പാടെ അവഗണിക്കുന്നു. സിവിൽ സപ്ലൈസ് വകുപ്പിനെ അവഗണിക്കുന്ന സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫണ്ടിന് വാരിക്കോരി കൊടുക്കുകയാണെന്ന ഗുരുതരമായ ആക്ഷേപമാണ് സമ്മേളന പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ മാത്രമല്ല, ഇതുവരെ പൂർത്തിയായ മുഴുവൻ ജില്ലാ സമ്മേളനങ്ങളും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും CPI നേതൃത്വത്തിനെതിരെയും പാർട്ടി പ്രതിനിധികൾ തന്നെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. UDF-നോടൊപ്പം ചേർന്ന് നിന്ന കാലമാണ് തങ്ങളുടെ സുവർണ കാലമെന്ന് പല CPI നേതാക്കളും പരസ്യമായി പറയാറുണ്ട്. അതായത് CPI-ക്ക് അവർ ആഗ്രഹിച്ച വകുപ്പുകൾ, അവർ ചോദിച്ച വകുപ്പുകൾ അന്ന് കോൺഗ്രസ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പം കാര്യങ്ങൾ അങ്ങനെയല്ല. ഇപ്പോൾ CPM തീരുമാനിക്കും ഏത് വകുപ്പ് നൽകണം, അല്ലെങ്കിൽ CPM തീരുമാനിക്കും ഏത് തരത്തിൽ CPI മുന്നോട്ട് പോകണമെന്ന്. CPM നിയന്ത്രിക്കുന്ന വഴിയിൽ തന്നെയാണ് CPI-യുടെ സംഘടനാ സംവിധാനം ബിനോയ് വിശ്വം ചലിപ്പിക്കുന്നത് എന്നാണ് സമ്മേളന പ്രതിനിധികളുടെ ആക്ഷേപം. നേരത്തെ ഒരു കാലത്ത് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ വിഷയമുണ്ടാകുമ്പോൾ CPI നേതൃത്വം എന്തു പറയുന്നു, അല്ലെങ്കിൽ CPI-യുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ എന്താണ് പറയുന്നത്, ASF-ന്റെയും AYF-ന്റെയും സമ്മേളനങ്ങളിലെ പ്രമേയം എന്താണെന്ന് കേരള ജനത നോക്കി നിന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെയല്ല. സമ്മേളന പ്രതിനിധികൾക്ക് പോലും CPI നേതൃത്വത്തിനെതിരെ പരസ്യമായ വിമർശനം ഉന്നയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചത് പാർട്ടിയെ നിലവിൽ നയിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം സഖാക്കൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം ബിനോയ് വിശ്വം മുൻകാല സെക്രട്ടറിമാരെ പോലെ CPM നേതൃത്വത്തെ കടന്നാക്രമിക്കാറില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM നേതൃത്വത്തെയും ചൊടിപ്പിക്കുന്ന രൂപത്തിൽ CPI നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടാവാറില്ല. ഇത് തന്നെയാണ് CPI-യിലെ ഒരു വിഭാഗത്തെ ചൊടിപ്പിക്കുന്നത്. മറ്റൊരു കാര്യം സമ്മേളനത്തിൽ പറഞ്ഞത്, CPM-ഉം പോഷക സംഘടനകളും, അതായത് വർഗ ബഹുജന സംഘടനകളും നടത്തുന്ന ഗവർണർക്കെതിരായ സമരം വെറും തട്ടിപ്പാണ്. CPM-ന് ഈ സമരത്തിൽ യാതൊരുവിധ ആത്മാർത്ഥതയുമില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും തിരുവനന്തപുരം ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ചതിന് ശേഷം സംസ്ഥാന സമ്മേളനത്തിലേക്ക് അടക്കം CPI കടക്കുമ്പോൾ ആ സംസ്ഥാന സമ്മേളനത്തിൽ CPI സംസ്ഥാന നേതൃത്വത്തിനും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനം ഉയരാൻ തന്നെയാണ് സാധ്യത.